വന്നടാ കൊടുങ്കാറ്റായിട്ട് ഞങ്ങളുടെ സഞ്ജു തിരിച്ചു വന്നടാ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തേക്കണ പോലെ നിങ്ങൾക്ക് ഓർമ്മ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെക്കായിട്ട് പോയപ്പോൾ എനിക്ക് ഒരുപാട് പ്രയാസമായി. നമ്മുടെ സഞ്ജു ഔട്ടാകുമ്പോൾ ചാൻസ് കിട്ടൂല എന്ന് ഓർത്ത് ഒരുപാട് പ്രയാസത്തോടെ ഞാൻ ബാത്റൂമിലിരുന്ന് കുളിക്കണ സമയത്ത് വിഷമം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ്. ഒരുപാട് പ്രയാസം. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. നമ്മുടെ സഞ്ജു വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്നിങ്സ് സഞ്ജുവിൻ്റെ കരിയറിൽ നമുക്ക് കണ്ണു നിറയാതെ അത് കാണാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം, മനസ്സറിഞ്ഞ് സന്തോഷം. എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചു, നിഖിലേട്ടാ ഇതേപോലെ വീഡിയോ ചെയ്ത് സഞ്ജുവിനെ തെറി വിളിച്ച് നാവുകൊണ്ട് നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ്. എനിക്കറിയില്ല എത്ര മിനിറ്റ് വീഡിയോ പോകുമെന്ന് എനിക്കറിയില്ല. മനസ്സ് നിറയെ സന്തോഷവും സമാധാനവും അതിനേക്കാളുപരി അഭിമാനവും തരുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്നിങ്സ് ആയിരുന്നു. സൗണ്ടായിട്ട് റിപ്പോർട്ട് സോറി ഗൈസ്. എന്താ പറയാ ഈ ഒരു കളിക്ക് വേണ്ടിയാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്ത് നിന്നത്. ഇന്നത്തെ കളി നോക്കൗട്ട് റൗണ്ടാണ്, ക്വാർട്ടർ ഫൈനൽ. തോറ്റു കഴിഞ്ഞാൽ പുറത്തു. പക്ഷെ സഞ്ജു അവിടെ നിന്നു. കഴിഞ്ഞ കളിയിൽ ഞാൻ പറഞ്ഞ പോലെ മുട്ടി കളിക്കാനല്ല, പിടിച്ചു നിന്ന് കളിക്ക്. സഞ്ജുവിന്റെ ഓരോ അടിയിലും ഓരോ കളിയിലും അതുപോലെ സഞ്ജു നോക്കി നിന്ന് കളിച്ച കളിയാണ്. ഒരുപാട് സന്തോഷമായി കളി കണ്ടപ്പോൾ. എനിക്കും ഉറപ്പായിരുന്നു സഞ്ജു ഔട്ടാവില്ല, തീർച്ചയായും ഔട്ടാവില്ല. സഞ്ജുവിന് അവസരം കിട്ടി. 2 നമീബിയക്കെതിരെ സിംബാബ്വെക്കെതിരെ സഞ്ജുവിന് അവസരം കിട്ടി. ഇപ്പൊ സഞ്ജു അടിച്ചു. എന്നിട്ടൊന്നും ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ല. കാരണം സഞ്ജുവിന്റെ നല്ലൊരു ഇന്നിങ്സ് വരികയാണെങ്കിൽ മാത്രം വീഡിയോ ചെയ്യാന്ന് ഓർത്തിട്ട് ഇരുന്നതാണ്. ഒരുപാട് സന്തോഷമായി. ഇന്ന് സഞ്ജുവിന്റെ ബാറ്റിംഗ് 97 റൺ, അത് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ സച്ചിൻ 2003 സെമി ഫൈനലിൽ പാകിസ്ഥാനോട് പഠിച്ചില്ലേ, ഒരു 98 റൺസ് സച്ചിൻ ഔട്ടായി പോയി. അതുപോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. ഒരുപാട് സന്തോഷമായി. സച്ചിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കളി ഉപേക്ഷിച്ച ആളാണ് ഞാൻ. അതുപോലെ എനിക്ക് ഒരുപാട് കളിയാക്കലും തെറി മെസ്സേജൊക്കെ നമ്മുടെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വിഷയമില്ല. നമ്മുടെ ഉള്ളിലിരിക്കണത് പറയണതാണല്ലോ വീഡിയോസ്, അഭിപ്രായങ്ങളെല്ലാം. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഒരുപാട് സന്തോഷം, മനസ്സ് നിറഞ്ഞ്. ഞാനും പപ്പയും മമ്മിയൊക്കെ ഇരുന്നാണ് കളി കണ്ടത്. നമ്മുടെ കൂട്ടുകാരെല്ലാവരും പറമ്പിലിരുന്ന് കളി കണ്ട്, എല്ലാവരും കളി കണ്ട് ഒരുപാട് ഹാപ്പിയായി. എന്നെ പോലത്തെ സാധാരണക്കാരന് ഇതുപോലെ എന്തോ ഒരു സുഹൃത്തുക്കളെ മെസ്സേജ് അയച്ച് പറഞ്ഞത്. അപ്പൊ സഞ്ജുവിന്റെ മൊബൈലിലും എല്ലായിടത്തും മെസ്സേജുകളും നാളത്തെ പത്രത്തിൽ തന്നെ സഞ്ജുവിന്റെ ഫോട്ടോ ആയിരിക്കും. സഞ്ജു കൊടുങ്കാറ്റ് പോലെ തിരിച്ചടിച്ച് നമ്മുടെ മലയാളി, നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രം ചെക്കൻ, നമ്മുടെ മലയാളി ചെക്കൻ. ഒരുപാട് സന്തോഷം. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു വേദിയിൽ നമ്മുടെ വരവ് അറിയിച്ച് മാറ്റി നിർത്തി. 3 സെഞ്ചുറി അടിച്ച് സൗത്ത് ആഫ്രിക്കനെ കൂടി 3 സെഞ്ചുറി അടിച്ചിരുന്ന സമയത്ത് 2020 വേൾഡ് കപ്പിൽ ബെഞ്ചിൽ നിന്ന് വാട്ടർ ബോയ് ആയിട്ട് നിർത്തി. ഇപ്പൊ സഞ്ജുവിന് ഒരു അവസരം കിട്ടി, അവൻ കളിച്ചു, അവന്റെ സമയമായി കളിച്ചു. ദൈവം വലിയവനാണ്. ഒരുപാട് സന്തോഷം. ഇനി സെമി ഫൈനലിലും ഫൈനലും എല്ലാം ഇതുപോലെ കളിക്കാൻ പറ്റട്ടെ സഞ്ജുവിന്. ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവും. നമ്മ മലയാളികൾ പ്രത്യേകിച്ച് ഒത്തൊരുമയുള്ള ആൾക്കാരാണ്. കേരള സ്റ്റോറി സിനിമയിലെ പോലത്തെ ആൾക്കാരല്ല നമ്മൾ. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അടുത്ത കളി നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. ഐ ലവ് യു സഞ്ജു. കൊടുങ്കാറ്റാ.